മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ വഴി വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റാതിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾക്ക് പോകാനായിട്ട് എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ട് ഈ വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ പോകാനായിട്ട് ഇരിക്കുന്ന ആളുകൾക്കും ഈ വീഡിയോ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശ രാജ്യത്തിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ തെറി അഭിഷേകം നടത്തരുത്. കാരണം ഞങ്ങളിവിടെ പറയുന്ന ചില നഗ്ന ശക്തികളാണ്. അപ്പം നിങ്ങൾ ആ ഒരു സെൻസിൽ, ഒരു കോമഡി സെൻസിൽ ഇത് കേട്ട് കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പം നമുക്ക് കലാപരിപാടികൾ തുടങ്ങാം. പ്രധാനമായിട്ടും വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾ ഒരു 90% പേരും ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ഹോമിലാണ്. കെയർ ഹോം അറിയാമല്ലോ, വയ്യാതെ കിടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ള ആളുകൾ, ഇവരെയൊക്കെ പരിചരിക്കുന്ന ജോലിയാണ്. അപ്പം 10-15 ലക്ഷമൊക്കെ ചിലവാക്കി വിദേശ രാജ്യങ്ങളിൽ പോയി അപ്പി കോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. അതും വിദേശ രാജ്യമായാലും ശരി, ഇനി ആഫ്രിക്ക ആയാലും ശരി, ഇനി നോർത്ത് ഇന്ത്യ ആയാലും ശരി, ഇനി കേരളം ആയാലും ശരി, അപ്പിക്ക് നല്ല സ്മെല്ലാണ്. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും ലക്ഷങ്ങൾ മുടക്കി, അതും കിടപ്പാടം മുടക്കി, അതും 12% പലിശയ്ക്കൊക്കെ ബാങ്കിൽ ഉള്ള പലിശയ്ക്ക് വെച്ചിട്ട് വിദേശ രാജ്യത്ത് പോയി ആ നാറിയ തീട്ട എടുക്കുന്നൊരു പണി നിങ്ങൾ ആലോചിച്ച് നോക്കേ. നമ്മുടെ ഈ 10-15 ലക്ഷം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ചെറിയ ബിസിനസ്സുകൾ ചെയ്ത് അത് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ആരും ഭരിക്കാൻ വരുന്നില്ല. ഇനിയിപ്പോൾ ഈ മാനസിക അസ്വസ്ഥയുള്ളവന്മാരുടെ നിന്ന് തല്ലുകൊള്ളണം. ഇനി നമ്മൾ തീട്ടം എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് എക്സ്പ്രഷനിൽ എന്തെങ്കിലും ആ തീട്ടം എടുക്കുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് പുഞ്ചിരി തൂകി വേണം ആ സാധനം എടുക്കാനായിട്ട്. മനസ്സിലായ? അപ്പോൾ അത് അങ്ങനെ അല്ലാതെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തൊട്ട് വരണ്ടാന്ന് അവന്മാർ പറഞ്ഞു കളയും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 വർഷത്തോളം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാർ അവിടെയാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ നമുക്ക് പൊക്കിയെടുത്ത് വെച്ചൊരു സെക്രട്ടറി ട്രസ്റ്റിൻ്റെ പോസ്റ്റ് പോലുള്ള ജോലികളൊന്നും അവിടെ തരത്തില്ല. നമ്മളവിടെ അടിമകളാണ്. അടിമകൾക്ക് എന്താണ് കൊടുക്കുന്നത്? അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ മിക്കവാറും ചിന്തിക്കുന്നത് നമുക്ക് പൈസ ഉണ്ടാക്കാം. ശരിയാണ്, നമ്മൾ നാട്ടിൽ കിടന്ന് ഇതേ പണി ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും. അതിപ്പം വിദേശ രാജ്യത്ത് പോയി 1, 2, 3 ജോലികൾ, അതും ഷിഫ്റ്റ് അനുസരിച്ച് ഓടി നടന്ന് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നാട്ടിൽ ഇതേപോലെ ഓടി നടന്ന് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും. അപ്പോൾ അതേപോലെ ലിവിങ് കോസ്റ്റ് ഇവിടെ ഇന്ത്യയിൽ കുറവാണ്. നിങ്ങൾ അവിടെ പോയി 5 ലക്ഷം 6 ലക്ഷം രൂപ സമ്പാദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും റെൻറ്റ് അത് ഇത് മുടി വെട്ടിയാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും നല്ല ഹെവി എമൗണ്ട് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പം നാട്ടിലൊരു 20-25 രൂപ കിട്ടുന്ന ഒരുത്തനാണെങ്കിൽ അവനിവിടെ രാജാവിനെ പോലെ ജീവിക്കാം. പക്ഷേ ഇതേ അവസ്ഥ തന്നെയാണ് അവിടെ. ഇത്രയും രൂപ കിട്ടിയാലും ശരി, നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഇവിടെ ഇതേപോലെ ഒരു സാധാ ഒരു ഷോപ്പിൽ ഒരു പണിക്ക് പോകുന്ന ഒരുത്തന് ഒരു 15,000 രൂപ 18,000 രൂപ കിട്ടുകയാണെങ്കിലും ഇതേ ഒരു ലിവിങ് ഒരു കപ്പാസിറ്റി അവിടുത്തെ വിദേശ രാജ്യങ്ങളിൽ ചെന്നാലും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈ 15,000 രൂപ പോലെ അവിടെ ചെല്ലുമ്പോൾ അതൊരു 2 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ ഈ 2 ലക്ഷം രൂപയ്ക്ക് മേടിക്കേണ്ട സാധനങ്ങളുടെ ഒരു അറിയും. ഇപ്പോൾ 15,000 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ രൂപയുടെ സാധനങ്ങൾ മേടിക്കുന്നത്, എന്തൊക്കെ രീതിയിൽ നമ്മൾ ചിലവഴിക്കുന്നത്, ഇതേ സാധനം തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടാണ് ആളുകൾ ഇവിടെ ലോൺ വെച്ചിട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലോട്ട് ഓടുന്നത്. അത് ഇപ്പോഴത്തെ പുതുതലമുറയോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം മാട്രിമോണി സൈറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തും കാണും പ്രിഫർ ചെയ്യുന്നതെല്ലാം വിദേശത്തുള്ള ജോലിയുള്ളവന്മാരാണ്. ഇവന്മാരെന്താ ഈ ചന്തി കഴിയുമ്പോൾ ആ തഴമ്പാണോ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്നത്? എനിക്കറിയില്ല എന്താണെന്നുള്ളത്. കാരണം ഇവളുമാർക്ക് ആർക്കും ഒരു ബോധവുമില്ല. നേരെ വിദേശ രാജ്യത്ത് പോയാൽ എന്താണ് രക്ഷപ്പെടാം. ഇനി രക്ഷപ്പെടാം ആർക്കാണ്? എന്തെങ്കിലും സ്കില്ലുള്ള ആൾക്കാർ. സ്കില്ലുള്ളതെന്ന് പറഞ്ഞാൽ അല്ല, എന്തെങ്കിലും പ്രൊഫഷണലായിട്ടുള്ള എന്തെങ്കിലും പണി അറിയുന്ന ആൾക്കാർ, അവർ മാത്രം അവിടെ പോയി രക്ഷപ്പെടും. ഈ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതും രക്ഷപ്പെടുന്നില്ല. നമ്മളിപ്പോൾ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കോമ്പൗണ്ടിലെ വീട്ടിനകത്ത് നമ്മൾ അനുഭവിക്കുന്നൊരു സ്വാതന്ത്ര്യം, നമുക്ക് ഉറക്കച്ചിരിക്കാം. കാരണം ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലാണ് നമ്മളാണ് രാജാക്കന്മാർ. നമ്മൾ പറയുന്നത് കേൾക്കും. ഇപ്പം ഞാനൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ബഹളം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ആട് തന്നെ പകുതി പുല്ല് കടിച്ച് പിടിച്ച് തലയുയർത്തി നോക്കുന്നു, കോഴി തലയുയർത്തി നോക്കുന്നു. കാരണം നമ്മളൊരു രാജാവിൻ്റെ ഒരു ഫീലിങ്സാണ് നമുക്ക്. പക്ഷേ ഇതുപോലെ തന്നെ ഞാനിപ്പം എനിക്ക് പരിചയമില്ലാത്ത ഒരു വീട്ടിൽ ചെന്ന് താമസിക്കുന്നു. എനിക്കും അവിടെ ചിലപ്പോൾ 3 നേരം ഫുഡ് കിട്ടുമായിരിക്കും. പക്ഷേ അവിടെ നമുക്ക് രാജാവ് കളിക്കാൻ പറ്റത്തില്ല. രാജാവ് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെൻ്റെ പെടലി അടിച്ച് പൊട്ടിക്കും. 3ൻ്റെ അവൻ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. അവിടെ നമ്മൾ നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ അവിടെ മോഹൻലാലിനെ പോലെ നടിപ്പിൻ നായകനായിട്ട് നമ്മളവിടെ ജീവിക്കേണ്ടി വരും. കാരണം അതാണ് അവസ്ഥ. ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടുന്ന് പോകുന്ന എല്ലാ മലയാളീസും
ഇപ്പോൾ ഹൗസ് ഓണർ വന്ന് ഗെറ്റ് ഔട്ട് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കണം. ഇന്ത്യൻ പറയാ ഡോഗ് എന്ന് പറഞ്ഞ് നീട്ടി വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കണം. ഇനി മുഖത്തെന്തെങ്കിലും കറുപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പിടിച്ച് പുറത്താക്കും. ഇനി അറബി നാട്ടിലാണെങ്കിൽ അവൻ പിടിച്ച് കവാലമ്പളൊക്കെ കുത്തിക്കീറി വിടും. അപ്പം വിദേശ രാജ്യമായാലും എവിടെ ആയാലും നമ്മളവിടെ സെക്കൻഡ് സിറ്റിസണാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇവിടെ ഇപ്പം മദ്യവും മയക്കുമരുന്നൊക്കെ അടിച്ച് പാട്ടും പാടിയാണ് ജയിലിൽ പോയിട്ട് ഓരോരുത്തന്മാർ തിരിച്ചു വരുന്നത്. മനസ്സിലായി. അപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു കേസിന് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാരെ അടിച്ച് പുറത്താക്കി വിമാനത്തിൽ കയറ്റി നമ്മളെ തിരിച്ച് കയറ്റി വിടും. നമുക്കവിടെ ഒന്നും പറ്റത്തില്ല. നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയച്ച് അവിടെ മനസ്സിലായ ഒരു മെസ്സേജ് അയച്ചാൽ തന്നെ അത് അവിടെ ക്രിമിനൽ കുറ്റമാക്കിയിട്ട് അവന്മാർ നമ്മളെ അടിച്ച് പുറത്താക്കും. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് അഭിനയിച്ച് ജീവിക്കണം. ഇനി ഇവിടുന്ന് പോകുന്ന മലയാളികളെല്ലാം എങ്ങനെ അവിടെ ജീവിക്കുന്നതെന്നറിയാം. അവരൊരു കോളനി പോലെ മലയാളികളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ അവിടെ അവന്മാർ കുക്കലും ബഹളവും രാത്രി ഇരുന്ന് വെള്ളമടിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവന്മാരവിടെ സെറ്റ് ചെയ്യും. പക്ഷേ അവന്മാർക്ക് വെളിയിലിറങ്ങി ഈ പറഞ്ഞ ഷോഫ് കാണിക്കാൻ പറ്റത്തില്ല. സായിപ്പൻ കുഞ്ഞുങ്ങൾ കല്ലുവാരി എറിയും. ഇപ്പോഴത്തെ സായിപ്പൻ കുഞ്ഞുങ്ങളുടെ കയ്യിലെല്ലാം തോക്കുമുണ്ട്. പിണങ്ങാണ്ടി അവർ വെടിവെച്ചിടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഭരണകർത്താക്കന്മാർ മാറുന്ന സമയത്ത് അവന്മാരുടെ ചിന്താഗതിയും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഈ വർഗ്ഗസ്നേഹം എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മളോട് അവന്മാർക്ക് വർഗ്ഗസ്നേഹം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവന്മാർ നമ്മുടെ മേലിൽ ടാക്സ് കൂട്ടി നമ്മളെ മിക്കവാറൊക്കെ ഇനിയിപ്പം വരാൻ പോകുന്ന ഒരു റിവേഴ്സ് മൈഗ്രേഷനാണ്. ഈ പോയവന്മാരെല്ലാം തിരിച്ചു കയറി വരും. പക്ഷേ തിരിച്ചു കയറി വന്നാൽ അത് നമുക്കൊരു പണിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീട്ടം കോരി എക്സ്പീരിയൻസ് ഉള്ള അവന്മാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന്മാർ കൈ കൊണ്ട് ബ്രഷൊന്നും വേണ്ട, ആ രീതിയിൽ അവന്മാർ ക്ലീൻ ചെയ്യും. അപ്പോൾ നമ്മൾ മനം മറിച്ച് മാറി നിൽക്കുന്ന സമയത്ത് അവന്മാർ ആ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം അവന്മാർക്ക് നടുവേദനയോ മുതുവേദനയോ ഒന്നുമില്ല. കാരണം വെച്ചാൽ ഹോട്ടലൊക്കെ ക്ലീനിങ് എന്ന് പറഞ്ഞു ഇവിടുന്ന് പോകുന്നവരെല്ലാം ക്ലീനിങ് പരിപാടിയാണല്ലോ. ക്ലീനിങ്ങോ അല്ലെങ്കിൽ വെയർ ഹൗസോ പന്നി ഫാമിലോ അല്ലെങ്കിൽ പശു ഫാമിലോ ഒക്കെ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പന്നി ഫാമിൽ ഏതെങ്കിലും ഒരു മലയാളി വെച്ചിരിക്കുക, നമ്മളിവിടെ ബംഗാളിയെ വിളിച്ചാൽ വരുത്തുന്നത്. പക്ഷേ നമ്മൾ ഇവിടുന്ന് പോകുന്നവന്മാർ അവിടെ പന്നി ഫാമിൽ പോയിട്ട് നല്ല സെറ്റപ്പായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓണർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. നമ്മളിവിടെ മടി പിടിച്ചൊക്കെ നമ്മളിപ്പോൾ ഓരോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പോലല്ല അവിടെ പോയി ചെയ്ത് കഴിഞ്ഞാൽ. നാളെ എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ലീവ് എടുക്കും. പക്ഷേ വിദേശ രാജ്യത്ത് എന്നിട്ട് നമ്മൾ ഒരു ലീവ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ വിട്ടോളാം, നാളെ വരുമ്പോഴത്തേക്ക് അവൻ പറയും പോടാന്ന് പറയും. മനസ്സിലായ? അപ്പം എപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യത്ത് നമ്മുടെ സ്വന്തം സംസ്കാരത്തിൽ ഇനിയിപ്പോൾ ഇവിടെ വല്ല ആഭ്യന്തര കലാപമൊക്കെ ആണെങ്കിലും ഓക്കെ ശരി, നമുക്ക് കൂടുമാറി പുറത്ത് പോയി നല്ല സുഖമായിട്ട് താമസിക്കാം. നമ്മൾ എന്ത് കാര്യത്തിനാണ് പോകുന്നതെന്ന് നോക്കണം. പിന്നെ വല്ല കേസോ കൂട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ശരി ഓക്കെ, നമുക്ക് വിദേശ രാജ്യത്ത് പോയി സമാധാനത്തിൽ ജീവിക്കാം. ഇവിടെ വന്ന് പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും മനസ്സിലായി. ഇപ്പം ഓരോരുത്തന്മാർ ഇവിടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ജീവിക്കുമല്ലോ. ഓൾറെഡി പൈസ ഉണ്ട്, മനസ്സിലായ? അവിടെ പോയി ചെറിയ എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൽക്കും. അല്ലാതെ ഇവിടുന്ന് നമ്മൾ ലോണും വെച്ച് അവിടെ പോയിട്ട് മറ്റേ കെയർ ഹോമിലും പണി ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ നേടാനില്ല. അപ്പം പുതിയ തലമുറകൾ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ഈ ഇത്രയും ലക്ഷങ്ങൾ റിസ്ക് എടുത്ത് ലോൺ എടുക്കുകയാണെങ്കിൽ ഇതേ റിസ്ക് എടുത്ത് നിങ്ങൾ നാട്ടിലെന്തെങ്കിലും സംരംഭം തുടങ്ങും. പക്ഷേ ഇവിടെ നമ്മൾ തുടങ്ങാമെന്ന് പറയുമ്പോഴും ഇവിടെയുള്ള ആളുകൾ പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സപ്പോർട്ടല്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ മേലെ കുറ്റം കൊണ്ട് വെക്കണമല്ലോ. ഗവൺമെൻറ് സപ്പോർട്ടല്ല, അതുമില്ല. ഇടേ നീ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യടേ, മനസ്സിലായി? ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് ബോധ്യമായല്ലോ. അപ്പം വിദേശ രാജ്യത്ത് പോകാൻ പറ്റാതെ നിൽക്കുന്ന എല്ലാ സഹോദരന്മാർക്കും തങ്ങളുടെ ഫ്രസ്ട്രേഷൻ നമുക്കറിയാം. കാരണം ഇവിടെ നാട്ടിലിപ്പോൾ ഒരു അരാജകത്വ ഒരു ഫീലിങ്സ് ഇതൊക്കെ മാറി വരും. കാരണം ഇഷ്ടംപോലെ കമ്പനികളൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവിടെ, കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്. ഇപ്പോൾ വികസന സാധ്യതകൾ ഇപ്പോൾ ഗവൺമെൻറ് മാറി മറിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് വീണ്ടും കുറച്ച് സാധ്യതകൾ നമ്മുടെ ഇന്ത്യയിലോട്ട് വരും. അപ്പം നമ്മൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആവും എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അവിടെ പോയിട്ട് ഇന്ന് ഫോട്ടോ ഇടുന്നവന്മാർ ആ മഞ്ഞിൻ്റെ ഫോട്ടോ ഒക്കെയാണ് നിങ്ങൾ ഇടുന്നത്. അപ്പം സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കും. ഇപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഈ തണുത്ത് വിറച്ചിരിക്കുന്ന നമ്മളിപ്പം നമ്മുടെ ബാത്റൂമിൽ പോയി നമുക്കൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുത്ത വെള്ളത്തിൽ നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യും? മനസ്സിലായ? അപ്പോൾ ഇത്രയും പ്രായോഗിക ബുദ്ധിമുട്ട് അനുഭവിച്ച് നീറി പുകഞ്ഞിട്ടാണ് അവന്മാർ കുറച്ച് സൺലൈറ്റ് വരുമ്പം അവിടുത്തെ സീനറിയൊക്കെ കൊള്ളാം, ഓക്കെ ശരിയാണ്, അങ്ങനെയാണ് അവർ ജസ്റ്റ് ചെറിയ ഫോട്ടോസൊക്കെ എടുത്ത് ഇടുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളിവിടെ നെഞ്ചുരുകയോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട. നമുക്ക് ഇതേപോലെ അവന്മാരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ ഓർത്ത് നമ്മൾ ഇപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തോരം ഭാഗ്യവന്മാരാണ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പാടൊന്നുമില്ല. അവന്മാർ കഷ്ടപ്പെട്ട് നടുവെള്ളമാക്കിയിട്ടാണ് ഈ പറയുന്ന ചിരിച്ചുകൊണ്ടുള്ള ഒരു 5 സെക്കൻഡ് ഫോട്ടോസിന് അവന്മാർ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ നാടുകളിൽ തന്നെ നല്ല രീതിയിൽ അധ്വാനിക്കുക. അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സ്വർണം വിളയിക്കാൻ പറ്റും.